ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ടെലഗ്രാം പ്രോജക്റ്റിനാണ്. ഓണസ് എന്നൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള ലിങ്കിൽ എന്തായാലും കയറാം. ലിങ്കിൽ കയറിയാൽ സ്റ്റാർട്ട് വരും. അത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ചിട്ട് എന്ത് ചെയ്യാം, ലെറ്റ്സ് ഗോ വരും. ജോയിൻ ടു കളക്ട് ONX കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കിയാൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ വരുന്നത് ടാപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ടാപ്പ് ചെയ്തിട്ട് ഏൺ ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര ടാപ്പ് നമുക്കുണ്ട്. ഡെയിലി കോഡുണ്ട്, അത് ഞാൻ ഡെയിലി അയച്ചു തരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് കാണിക്കുന്നത് ടാസ്കുകൾ ചെയ്യാനുണ്ട്, ഫാമിങ് കൊടുക്കാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ റെഫറലാണ്, ഇത് നമ്മുടെ റാങ്ക് ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷന്. പിന്നെ പരമാവധി എല്ലാവരും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ടെലഗ്രാം മൈനിങ്ങിൻ്റെ അങ്ങോട്ടാണ് ചിലതിലൊന്നും വീഡിയോസ് ഇടാത്തത്. ഓക്കെ, പിന്നെ നിങ്ങൾ ടാപ്പിംഗ് കഴിഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ ടാപ്പിംഗ് കഴിയുമ്പോൾ ഇവിടെ 67, 70, 75 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ടാപ്പിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും ഇവിടെയുള്ള ക്ലെയിം ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അത് ക്ലെയിമായിട്ട് നമുക്ക് ഇവിടെ പോയിൻ്റ് കാണിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലെയിം കൊടുക്കുക, കീപ്പ് ടാപ്പിംഗ് കൊടുക്കുക. അത് ജസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിവിടെ കൂടിയത് കാണാം. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് കുറേ ടാസ്കുകളാണ്. ഈ ടാസ്കുകളൊക്കെ ചെയ്യുക, ഒരു ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവരോട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സെയിം ഇതിൽ തന്നെ കയറിയിട്ട് എന്ത് ചെയ്യുക. പിന്നെ ഫാമിംഗ് ഉണ്ട്. ഈ ഫാമിങ് മണിക്കൂറിൽ 55.5 ONX കോയിന് ഡെയിലി കിട്ടും, പെർ അവർ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഓപ്പണാക്കിയിടുക. അതുപോലെ തന്നെ ഇത് ഓരോ 4 മണിക്കൂറിലും വന്ന് ക്ലെയിം ചെയ്താൽ 200ൻ്റെ മുകളിൽ പോയിൻ്റ് ഉണ്ടാവും. 224 പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റുകൾ കറക്റ്റ് ക്ലെയിം ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ഏണിങ്സ് വെക്കുക. നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 3 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിഡ്രോവലൊക്കെ എല്ലാതും വെയിറ്റിങ്ങിലാണ്. ഡോഗ്സൊക്കെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം 14-ാം തീയതിക്കുള്ളിൽ ഡോഗ്സ് ലിസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹാംസ്റ്റർ ആവുന്നുണ്ട്. ഹാംസ്റ്റർ എന്താണെന്ന് വെച്ചാൽ അവർ കരുതിയിലും കൂടുതൽ ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ ക്രൈറ്റീരിയയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ അതുപോലെ തന്നെ MFI നമ്മൾ വാലറ്റ് ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പറ്റുന്ന പ്രൊജക്റ്റിലൊക്കെ പങ്കെടുക്കുക. കാരണം ഇത് ചിലവില്ലാത്തൊരു പ്രൊജക്റ്റുകളാണ്. നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നമ്മളെന്ത് ചെയ്താൽ മതി, ഇതിൽ കയറിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോന്നാൽ മതി. ഓക്കെ, പിന്നെ ഇത് ഡെയിലി കോഡ് എന്നുള്ളത് ഞാൻ അയച്ചു തരുന്നുണ്ട്. അത് എനിക്കും കറക്റ്റായിട്ടത് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പരമാവധി ഇത് എല്ലാം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലൊരു അപ്ഡേഷൻ ഉള്ളത്. പരമാവധി എല്ലാവരും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവർ ബൈനാൻസ് ഫണ്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഡക്ക് കൂപ്പ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്. ഇത് പിന്നെ ബിറ്റ്ഗെറ്റ് ഒരു വാലറ്റും, നമ്മളെ വാലറ്റും അതുപോലെ തന്നെ ബിനാൻസ് പോലെ ഒരു എക്സ്ചേഞ്ചും ഉള്ളതാണ് ബിറ്റ്ഗെറ്റ്. പിന്നെ വരുന്നത് ഇതിൽ മെയിനായിട്ട് വരുന്നത് ക്രിപ്റ്റോ ന്യൂസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാജറക്സ് ഉണ്ട്, ബിറ്റ്കോയിൻ ന്യൂസ്, നമ്മുടെ പെപ്പെ, അതിലൊന്നും ഇതില്ല. കാരണം ഇതാണ് ബൈനാൻസ് ലാബ്. ഓക്കെ, അതായത് വേൾഡ് നമ്പർ 1 എക്സ്ചേഞ്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസുകളുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ OKX ഉണ്ട്, ബിറ്റ്മെക്സ് ഉണ്ട്, ബിറ്റ്രക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രമുഖരായ എല്ലാവരും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ എല്ലാവരും പരമാവധി
ഇതിലൊക്കെ പങ്കെടുത്ത്, അതായത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത അത്രയും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ അനുഭവം കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും എല്ലാ പ്രൊജക്റ്റിലും പങ്കെടുക്കുക. പിന്നെ ടെലഗ്രാമിൻ്റെ ലിങ്കുകൾ മാത്രം ഇടുന്നത്, എല്ലാത്തിലും വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇടാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരുവിധമൊക്കെ ടെലഗ്രാമിൽ വരുന്ന പ്രൊജക്റ്റിൻ്റെ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഒഴിവാക്കുന്നത്. പിന്നെ അപ്ഡേഷനുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പരമാവധി ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹാംസ്റ്ററിൽ ആ കീ വന്നിട്ടുള്ളത് എല്ലാവരും ചെയ്യുക. ഒന്ന് നോക്കിയിട്ട് ആ കീ എങ്ങനെയാണ് പുറത്തെടുക്കണമെന്നുള്ളത് ഒരു 3-4 വട്ടം നോക്കി അതിൻ്റെ മെത്തേഡ് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ചെയ്യുക. ഓക്കെ.